ഹായ് ഓൾ, എല്ലാവർക്കും ദിശയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം വൊക്കാബുലറിയുടെ ഓൾറെഡി ഒരു പാർട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് SSCയുടെയും CHSന്റെയും ഒരു പുതിയ ക്ലാസ്, ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും ഇതുവരെ അത് പർച്ചേസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറിൽ നിങ്ങൾക്ക് 1 year വാലിഡിറ്റിയോട് കൂടി 2,999, അതായത് 2,999 റുപ്പീസിന് ഇപ്പൊ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ദിശയുടെ ഓൺലൈൻ ആപ്പ്, ദിശ ഓൺലൈൻ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വൊക്കാബുലറി ആണ്. ഓൾറെഡി കുറച്ച് സെഷൻ നമ്മൾ കഴിഞ്ഞതായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് വേർഡ്സ് എടുക്കുന്നുള്ളൂ. യെസ്, ഇപ്പൊ നമുക്ക് ഏതായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ആദ്യത്തെ സെറ്റില് 5 വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മുടെ ബ്ലാക്ക് ബുക്ക് സീരീസിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് വേർഡ്, ആസ് ദ ക്രോ ഫ്ലൈസ്. ആസ് ദ ക്രോ ഫ്ലൈസ് ഇഡിയം. ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? യെസ്, ദ ഷോർട്ടസ്റ്റ് റൂട്ട്, അല്ലെങ്കിൽ എങ്ങോട്ടേലും പോകാനായിട്ടുള്ള ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ചുറ്റിക്കറങ്ങി ഒന്നും പോകേണ്ട, ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, സോ അതിനാണ് ആസ് ദ ക്രോ ഫ്ലൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റിന് ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത്. ഓക്കെ, സോ ഇതിന് ഇങ്ങനെ ഒരു മീനിങ് അല്ലെങ്കിൽ ഈ ഒരു ഇഡിയം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറയാണ് യു ആർ ട്രാവലിംഗ് ആസ് ദ ക്രോ ഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം സമയമൊന്നുമില്ല, നമ്മൾ ക്വിക്കായിട്ട് ഏറ്റവും പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ പോവുകയാണ് എന്ന് പറയുവാണ്. ഓക്കെ, അതിനാണ് ആസ് ദ ക്രോ ഫ്ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ് ദ ക്രോ ഫ്ലൈസ്. യെസ്, സോ ഇതിന് വേണമെങ്കിൽ നമുക്ക് പല മീനിങ് ആയിട്ട് എടുക്കാം. ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോവുക, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഏറ്റവും 2 പോയിന്റ്സ് തമ്മിൽ ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്. പറയുകയാണെങ്കിൽ ഈ ഇഡിയം ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരിക്കുമുള്ള കാക്കകളെ പറ്റി തന്നെയാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് അല്ലെ ക്രോസ് എന്ന് പറയുന്നത്. അവരെപ്പോഴും അവരുടെ ഈ മറ്റേ ഒരു ഫുഡ് എടുക്കാനൊക്കെ ആയിട്ട് ഏറ്റവും സ്ട്രെയിറ്റ് പോകും. നിയറസ്റ്റ് എവിടെയാണോ ഫുഡ് ഉള്ളത് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിലേക്ക് പോകും. അതുകൊണ്ടാണ് ആസ് എ ക്രോ ഫ്ലൈസ് അതിന് അങ്ങനെ ഒരു മീനിങ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ആസ് തിക്ക് ആസ് 2 ഷോർട്ട് പ്ലാങ്ക്സ്. as thick as 2 short planks എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by as thick as 2 short planks? ആ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? യെസ്, വളരെ സ്റ്റുപ്പിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് as thick as 2 short planks എന്ന് പറയാം. നമ്മൾ പറയാണ് he's as thick as 2 short planks എന്ന് പറഞ്ഞാൽ വളരെ ഒട്ടും ഇന്റലിജന്റ് അല്ല, വളരെ സ്റ്റുപ്പിഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആസ് തിക്ക് ആസ് 2 ഷോർട്ട് പ്ലാങ്ക്സ്. ഇത് അത്യാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഇഡിയം ഒക്കെ തന്നെയാണ്. ശരിക്കും ഡെയിലി യൂസിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മളത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇഡിയമാണ് അല്ലേ ഇത്. യെസ്, ഇതിന് ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒറിജിൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാള്, അല്ലെങ്കിൽ വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരാള് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഒട്ടും ഇന്റലിജന്റ് അല്ലാത്ത ഒരാള് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അടുത്തത്, ആസ്ക് ഫോർ ട്രബിൾ. ആസ്ക് ഫോർ ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ആക്ട് ഇൻ എ വേ ദാറ്റ് ഈസ് ലൈക്ലി ടു ഇൻക്ലൂഡ് പ്രോബ്ലംസ് ഓഫ് ഡിഫിക്കൽറ്റി. പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക എന്നൊക്കെ പറയും. അത് തന്നെയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രശ്നം ചോദിച്ചു വാങ്ങിച്ചതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ആസ്ക് ഫോർ ട്രബിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നമ്മൾ പ്രശ്നങ്ങള് ഡിഫിക്കൽറ്റീസ് ഒക്കെ ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കുന്നു എന്ന മീനിങ് ആണ് വരുന്നത്. ഇനി അസ്ലീപ് അറ്റ് ദ വീൽ. അസ്ലീപ് അറ്റ് ദ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ചില ആൾക്കാരുണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടും അറ്റൻഷൻ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ ഒട്ടും ഫോക്കസ്ഡ് ആകാണ്ട് നിൽക്കും. അതിനാണ് അസ്ലീപ് അറ്റ് ദ വീൽ എന്ന്
പറയുന്നത്. ഓക്കെ, ശരിക്കും ഇതിന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒറിജിൻ, ഈ ഒരു എക്സ്പ്രഷന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമല്ലോ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്നു എന്നൊരു ഒരു കാര്യം വരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോകുന്നു ചിലർക്ക്. ഇപ്പൊ ഒക്കെ അത് കുറവാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി. പക്ഷെ കുറച്ചൊരു 5-10 years ഒക്കെ മുമ്പ് ഒരുപാട് പേർക്ക് ഈ പറയുന്ന യാത്ര ചെയ്യുമ്പോൾ ഉറക്കം വന്ന് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഇതിൽ നിന്നാണ് ഈ അസ്ലീപ് അറ്റ് ദ വീൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു എക്സ്പ്രഷൻ വന്നത്. അങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോവുക. ഓക്കെ, അപ്പൊ ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ടാണല്ലോ അവർ ഉറക്കം വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്രയ്ക്ക് ശ്രദ്ധിച്ചൊരു അറ്റൻഷൻ കൊടുക്കാത്തപ്പോഴാണ് ഉറക്കം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം വരും എന്നാണ് പറയുന്നത്. നോൺ അറ്റൻറ്റീവ് ടു വൺസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇഫ് ഐ ആം അസ്ലീപ് അറ്റ് ദ വീൽ I fail to see my responsibilities, അല്ലേ? യെസ്, ഇപ്പൊ ഞാൻ ഇതുപോലെ അത്ര അറ്റൻറ്റീവ് ആയിട്ട് നിന്നില്ലെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റീസ്, എന്റെ ഡ്യൂട്ടീസ് ഒക്കെ നോക്കാനായിട്ട് എനിക്ക് പാടുവരും. യെസ്, അടുത്തത് assume heirs. assume heirs. assume heirs എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സുപ്പീരിയർ ആണെന്ന് സ്വന്തമായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. ടു പ്രിറ്റൻഡ് superiority. യെസ്, ഹീസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് assume heirs എന്നൊക്കെ പറയും. സോ assume heirs എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട്, വേറെ ശരിക്കും നമ്മൾ സുപ്പീരിയർ ആയിരിക്കും, പക്ഷെ നമ്മൾ സുപ്പീരിയർ ആയിട്ട് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പല ഗ്രൂപ്പ്സിലും ഒരാൾ കാണും, അവരാണ് അവരുടെ ലീഡർഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് സുപ്പീരിയർ ആയിട്ട് സ്വന്തമായിട്ട് നിൽക്കും. ഇതാണ് ഞാൻ കുറച്ച് സുപ്പീരിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു കാര്യത്തിലാണ് assume heirs എന്ന് പറയുന്നത്. ഓക്കെ, ഈ 5 എളുപ്പമല്ലായിരുന്നു? യെസ്, അടുത്ത നോക്കാം. അടുത്ത 5 നമുക്ക് കാണാം. ഓക്കെ, അതില് 6th one നോക്കാം. at a loss. എന്താണ് at a loss എന്ന് പറഞ്ഞാൽ? what do you mean by at a loss? unable to decide. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആലോചിക്കണം, നമുക്ക് ഒരു കാര്യം ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെ? നമ്മൾ പസിൽഡ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അയ്യോ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് ആലോചിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, അതൊക്കെയാ അത് ആ ഒരു അവസ്ഥയ്ക്കാണ് അറ്റ് എ ലോസ് എന്ന് പറയുന്നത്. ബ്ലാങ്ക് ആയിപ്പോ എന്നൊക്കെ പറയില്ലേ? യെസ്, അതുപോലെ നോട്ട് നോയിങ് വാട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് പറയുന്നത് കേട്ടോ. am at a loss to explain what happened എന്ന് പറയും. am at a loss to explain what happened എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ബ്ലാങ്ക് ആയി പോയി, I was so embarrassed എന്നൊക്കെ പറയും. അതിനാണ് at a loss എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിങ്ക് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരു നിശ്ചയമില്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, യെസ്, അടുത്തത് at a stretch. at a stretch എന്ന് പറഞ്ഞാൽ എന്താണ്? what do you mean by at a stretch? ഇതൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. at a stretch എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പീരീഡിനാണ് at a stretch എന്ന് പറയുന്നത്. ഓക്കെ, at a stretch അതായത് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ബുക്ക് ഇരുന്ന് വായിച്ചു, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ബുക്ക് ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു. ഇപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചതിനാണ് ആ ഒരു സ്ട്രെച്ച്, ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 20 hours കണ്ടിന്യൂസ് ആയിട്ട് അറ്റ് എ സ്ട്രെച്ച് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു എന്നൊക്കെ പറയാനാണ് അറ്റ് എ സ്ട്രെച്ച് എന്ന് പറയുക കേട്ടോ. ഒരു എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അടുത്തത് at any cost. I will be there at any cost എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വിധേനയും ഞാൻ അവിടെ എത്തിയിരിക്കും, അല്ലെ? അല്ലെങ്കിൽ at any cost എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്തിരിക്കും. അണ്ടർ എനി സർക്കംസ്റ്റൻസസ്, എന്ത് സർക്കംസ്റ്റൻസസ് ആണെങ്കിലും. ഓക്കെ, യെസ്, അതിനാണ് ചിലപ്പോൾ അതിന് ഒരുപാട് പൈസ വേണ്ടി വരും, ഒരുപാട് ലോട്ട് ഓഫ് എഫേർട്ട്, മണി, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഏത് വിധേനയും അത് ചെയ്യും എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി പറയുന്ന ഒരു ഇഡിയമാണിത്. ഓക്കെ, at any cost, at any cost ആ ഒരു ഇഡിയം അതാണ് കാണിക്കുന്നത്. ഓക്കെ,
അപ്പൊ അടുത്ത ഇഡിയം എന്താണ് നമുക്ക് നോക്കാം. അറ്റ് beck and call. At beck and call എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by at beck and call? Yes, അതിന്റെ മീനിങ് എന്താണ്? At beck and call. At his disposal, to be dominated by someone എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഇതിന് at beck and call എന്നും പറയും. മാത്രമല്ല at someone's beck and call എന്നും പറയാറുണ്ട് കേട്ടോ. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പറയുന്ന എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, യെസ്, ലൈക്ക് എന്താ പറയാ, അവൈലബിൾ ആൻഡ് വില്ലിംഗ് ടു ഡു വാട്ട് എവർ someone asks. ഓക്കെ, ഒരാള് ചോദിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ യെസ്, at beck and call എന്ന് പറഞ്ഞ എന്താണ്? യെസ്, ഒരാള് പറയുന്നത്, അല്ലെങ്കിൽ ഒരാള് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുന്നു. അതിനാണ് at beck and call, at someone's beck and call എന്നും ഇതിന് പറയാറുണ്ട്. സോ ഒരാൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒരാൾ പറയുന്ന എന്തും അവർക്ക് അവൈലബിൾ ആയിട്ട് ഫുൾ ടൈം നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു എപ്പോഴും അയാൾ പറയുന്ന എല്ലാം, അല്ലെങ്കിൽ ചിലരെ പറ്റി നമ്മൾ പറയും അയാൾ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ഒരു ഇതിനാണ് പറയുന്നത് കേട്ടോ, at beck and call. അടുത്ത ഇഡിയം എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇത്രയും ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. യെസ്, അടുത്ത ഇഡിയം നമുക്ക് അത്യാവശ്യം വന്നിട്ടൊക്കെയുള്ള ഒരു ഇഡിയം ആണ്. എന്താണ് ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? യെസ്, എന്താണ് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ്? യെസ്, എന്തായിരിക്കും? at dages drawn എന്ന് പറഞ്ഞ എന്താണ്? യെസ്, എനിമീസ് ആയിരിക്കും. അതായത് ഇവര് പരസ്പരം ഒട്ടും സൗഹൃദമില്ലാത്ത ഒരു രീതിയിൽ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം അവർക്ക് വിശ്വസിക്കാൻ പോലും, പരസ്പരം അവർ ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, പരസ്പരം അവർ വിശ്വസിക്കില്ലായിരിക്കും. അതിനാണ് എന്തെന്ന് പറയുന്നത്? dages drawn എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് at each other's throat എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by at each other's throat എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇഡിയമാണ്, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, നോർമൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ അത്ര യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ at each other's throat എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ചിലരുണ്ടല്ലോ ഇങ്ങനെ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഒരുപാട് ആർഗ്യൂ ചെയ്ത് തൊണ്ട പൊട്ടുനട വരെ ആർഗ്യൂ ചെയ്ത്, ചിലർ ഒരുപാട് സംസാരിച്ചില്ല, ഒരുപാട് ദേഷ്യം വരുമ്പോൾ സംസാരിച്ച് ആർഗ്യൂ ചെയ്തവർക്ക് തൊണ്ടയ്ക്ക് പോലെ, അല്ലെങ്കിൽ ത്രോട്ട് അവസരം പെയിൻ പോലെ വരും അല്ലേ? അതിനൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ വയലന്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നതിനാണ് at each other's throat എന്ന് പറയുന്നത്. എസ്പെഷ്യലി രണ്ടാളുകളായിരിക്കും, ഒരാൾ തന്നെ പറയുന്നതിനല്ല, രണ്ടാളുകളായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് ആയിരിക്കും, അവര് രണ്ടുപേരൂടെ വഴക്കുണ്ടാക്കുന്നു, ഫൈറ്റിംഗ് വയലന്റ്ലി വിത്ത് ഈച്ച് അതർ. ഓക്കെ, വളരെ വയലന്റ് ആയിട്ട് അവര് പരസ്പരം സംസാരിക്കുന്നു, അതിനാണ് at each other's throat എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് at large. at large എന്ന് പറഞ്ഞ എന്താണ്? What do you mean by at large? A criminal escaped or not yet captured. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് a dangerous person, അല്ലെങ്കിൽ ഒരു dangerous thing, or ഒരു dangerous thing അല്ലെങ്കിൽ dangerous person is at large എന്ന് പറഞ്ഞ എന്താണ്? അവരിതുവരെ ക്യാപ്ചേർഡ് ആയിട്ടില്ല അല്ലേ? യെസ്, അവരിതുവരെ ക്യാപ്ചേർഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവരിതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ or not yet captured, a criminal escaped എന്നൊക്കെ പറയും. യെസ്, അടുത്ത നമുക്ക് നോക്കാം at loose ends. എന്താണ് at loose ends എന്ന് പറഞ്ഞാൽ എന്താണ്? at loose ends എന്ന് പറഞ്ഞാൽ എന്താണ്? in an uncertain situation. അതായത് എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല, നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? at loose ends എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന്
അറിയില്ല. അതിനാണ് നമ്മള് എന്തെന്ന് പറയുന്നത്, അഡ്ലൂസൻസ് എന്ന് പറയുന്നത്. അടുത്തത് at one's elbow. at one's അല്ലെങ്കിൽ at someone's elbow എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് നെക്സ്റ്റ് ടു someone എന്നാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് പുറകില്, കുറച്ച് ബിഹൈൻഡ് someone എന്നൊക്കെ പറയാം. സോ ക്ലോസ് ടു, ഷി വാസ് ക്ലോസ് ടു ദ ടീച്ചർ, അല്ലെങ്കിൽ ടു യെസ് ഷി വാസ് ക്ലോസ് ടു ടീച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഷി വാസ് ഓൾവേസ് അറ്റ് ഹെർ എൽബോ എന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സ് എൽബോ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു, വളരെ നെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തായിട്ട് നിൽക്കുന്നു. അതിനാണ് അറ്റ് വൺസ് എൽബോ എന്ന് പറയുന്നത്. ആൻഡ് ഒരു 3 കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. അറ്റ് വൺസ് വിത്ത്സ് എൻഡ് എന്ന് പറഞ്ഞ എന്താണ്, നമ്മള് കുറച്ച് അധികം മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അറ്റ് വൺസ് വിത്ത്സ് എൻഡ് എന്ന് പറഞ്ഞ എന്താണ്, വിത്ത്സ് എൻഡ്. യെസ്, at once with end, അതായത് പെർപ്ലെക്സ്ഡ് ആയിട്ട്. സെയിം നേരത്തെ പറഞ്ഞ ഒരു മീനിങ് തന്നെ നമുക്ക് ഇവിടെ വരും. at once with end എന്ന് പറഞ്ഞ പെർപ്ലെക്സ്ഡ്, അതായത് കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ്. എന്താണ്, നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നു. അടുത്തത് at random. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു എയിം ഇല്ല, ഒരു പേർപ്പസ് ഇല്ല, അല്ലെങ്കിൽ ഒരു റെഗുലർ ഒരു പാറ്റേൺ ഇല്ല. പിന്നെ എന്താണ്, ഡെഫിനറ്റ് ആയിട്ട് ഒരു പാറ്റേണോ ഒരു എയിമോ പേർപ്പസോ ഒന്നും ഇല്ല, ജസ്റ്റ് അങ്ങനെ ഒന്ന് റാൻഡം മാനറിൽ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ at sea എന്ന് പറഞ്ഞ എന്താണ്, what do you mean by at sea? at sea എന്ന് പറഞ്ഞ എന്താണ്, at sea എന്ന് പറയുന്ന ഇഡിയം അല്ലെ. at sea, സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഡിയംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരെണ്ണമാണ് at sea എന്ന് പറഞ്ഞ എന്താണ്, someone who is at sea എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡീപ്ലി കൺഫ്യൂസ്ഡ് സ്റ്റേജ്. ഓക്കെ, യെസ്, at sea എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു കൺഫ്യൂഷൻ, ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ 18 ഇഡിയമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കണ്ടത്. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം, ടോപ്പിക്സ് കവർ ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ. ബാക്കി നമുക്ക് അടുത്ത സെഷനിലാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നല്ലൊരു ടീം തന്നെയാണ് എല്ലാ കോഴ്സുകളും, SSC റെയിൽവേയുടെ ഒക്കെ കോഴ്സസ് എടുക്കുന്നത്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുണ്ട്, നമുക്ക് റെക്കോർഡ് സെഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ക്ലാസ്സസ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് ഒക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഇറ്റ്. താങ്ക് യു. ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ഓക്കെ.